Okay, so dear students, last ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഡിഫറെന്റ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ തന്നെ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഈ ഒരു സെഷനിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വിൽ സി പ്രോഗ്രാം ടു ചെക്ക് വെദർ എ നമ്പർ ഇസ് ഓഡ് ഓർ ഈവൺ. ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു നമ്പർ, സോ നമ്മൾ എന്തായാലും ആ നമ്പറിനെ യൂസറിൽ നിന്ന് റീഡ് ചെയ്യണം. സോ നമ്പർ എന്ന് പറഞ്ഞ പേരിലോ അല്ലെങ്കിൽ നം എന്ന് പറഞ്ഞ പേരിലോ അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞ പേരിലോ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് എടുക്കാം, ഏതെങ്കിലും വേരിയബിൾ നെയിം എടുക്കാം. റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ ആദ്യം ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത് ഞാൻ യൂസറിനോട് ഒരു യൂസർ ഫ്രണ്ട്ലി മെസ്സേജ് ചോദിച്ചു, എൻ്റർ ദ നമ്പർ. എന്ത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്താലും അത് അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്കാൻഎഫ് ചെയ്യും. സ്കാൻഎഫ് എന്തിനാണ്, യൂസറിന്റെ ആ ഒരു വാല്യൂ റീഡ് ചെയ്യാൻ. ആംപർസാൻഡ് എൻ. ഓക്കെ, സോ ഇനി നമ്പർ കിട്ടി. നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഈ നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു 4 എന്ന് പറഞ്ഞൊരു നമ്പർ 4 ഈവൺ ആണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അതിന്റെ റിമൈൻഡർ 0 ആണോ എന്ന് നോക്കും. അങ്ങനെയല്ലേ ചെക്ക് ചെയ്യുക. റിമൈൻഡർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, റിമൈൻഡർ 0 ആണോ. സോ റിമൈൻഡർ എടുക്കാനുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലോ ഓപ്പറേഷൻ ആണ്. സോ നമ്മൾ ഈ ഇഫിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ എൻ എന്ന് പറയുന്നത് മോഡുലസ് ഓപ്പറേഷൻ 2 ചെയ്യുമ്പോൾ അത് 0 കിട്ടിയാൽ, അതിന്റെ ഉത്തരം 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, printf it is even, അല്ലെങ്കിൽ നമ്പർ ഈസ് ഈവൺ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിലോ, ഇതല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം, printf it is odd. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഒരു വേരിയബിൾ, ഒരു നമ്പർ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. സോ ആ നമ്പറിനെ നമ്മൾ റീഡ് ചെയ്തു. ആ റീഡ് ചെയ്ത നമ്പർ എങ്ങനെയാണ്, ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കണം. സോ റിമൈൻഡർ എടുക്കേണ്ടത് കാരണം നമ്മളിവിടെ മോഡുലസ് ഓപ്പറേഷൻ ചെയ്തു. അത് 0 ആണെങ്കിൽ അതിന്റെ റിസൾട്ട് 0. ഇപ്പൊ രണ്ട് ഈക്വൽ ടു യൂസ് ചെയ്യണം, മസ്റ്റ് ആണ്. കണ്ടീഷൻ ചെക്കിംഗ് ആണ്, അസൈൻമെന്റ് അല്ല. നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് LHS ഈക്വൽ ടു RHS എന്ന്. സോ അങ്ങനത്തെ കേസിൽ നമ്മളത് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഈവൺ എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓഡ് എന്ന് പ്രിന്റ് ചെയ്യണം. സോ ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. സോ വീൽ എൻ്റർ എ നമ്പർ സേ 4. സോ ഇറ്റ് ഇസ് ഈവൺ. അഗെയിൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈവൺ കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഓഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഡ് നമ്പർ കൊടുക്കുമ്പോൾ അത് ഓഡ് എന്ന് പറഞ്ഞ് വരണം. ഓക്കെ, സോ നമ്മളിപ്പോ ഒരു 5 കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഡ് ആയിരിക്കണം. സോ ദിസ് ഇസ് ഹൗ വിൽ ചെക്ക് വെദർ എ നമ്പർ ഇസ് ഓഡ് ഓർ ഈവൺ. Okay, so the next program that we are going to see is a program to check whether a number is positive, negative or zero. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്യും. ആ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ 3 കണ്ടീഷൻ ഉണ്ട്. നമുക്ക് പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അതല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് രണ്ടും അല്ലെങ്കിലാണ് നമ്മൾ 0 എന്ന് പറഞ്ഞതിലേക്ക് വരിക. സോ നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ പോസിറ്റീവ്, ഇതേപോലെ തന്നെ ഒരു നമ്പർ ആണ്, അതുകൊണ്ട് ആ നമ്പറിനെ ഡിക്ലെയർ ചെയ്തു. നമ്പറിനെ നമ്മൾ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, നമ്പറിനെ റീഡ് ചെയ്തു, സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക. ആ നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുക. നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 0, 0നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാനില്ല. നമുക്ക് ഈ 3 കണ്ടീഷൻ ചെക്ക് ചെയ്യണം. പിന്നെയും ചെക്ക് ചെയ്യണം നമുക്ക് n ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. n ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഇസ് നെഗറ്റീവ് എന്ന് പറയാം. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഏറ്റവും അവസാനം വരുന്നത് ഒരു എൽസ് ആണ്. സോ എൽസിന് പിന്നെ ഒരു കണ്ടീഷൻ ചെക്കിങ് വേണ്ട. അവിടെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പ്രിന്റ് ചെയ്യും ദ നമ്പർ ഇസ് 0. ഇതാണ് ഇതല്ലാത്ത മൂന്നാമത്തെ കേസ് വരിക. നമ്പർ ഇറ്റ് ഇസ് 0 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളൊരു -3 കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് വരണം. ഓക്കെ, അഗെയിൻ നമ്മൾ റൺ ചെയ്തു. നമ്മളൊരു 5 കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് കം ആസ് പോസിറ്റീവ്. അഗെയിൻ വെൻ വി ആർ റണ്ണിങ്, if we are giving 0, it should come as 0. Okay, this is how we'll check whether a number is positive, negative or 0. Okay.
ഇനി മൂന്നാമത്തെ പ്രോഗ്രാം ഇഫ് എൽസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് വെദർ എ ക്യാരക്ടർ ഇസ് വവൽ ഓർ കോൺസണന്റ്. ഓക്കെ, ഒരു ക്യാരക്ടർ നമ്മൾ വവൽ ആണോ കോൺസണന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടർ നമുക്ക് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ റീഡ് ചെയ്യാൻ പോകുന്നത് ഇന്റീജർ അല്ല, നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരക്ടർ ആണ്. സോ നമ്മൾ അതിനെ ക്യാരക്ടർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ നമ്മൾ യൂസറിനോട് പറയും പ്രിന്റ് എന്റർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളത് ക്യാരക്ടർ ആയതുകൊണ്ട് സ്കാൻഎഫിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്കാൻഎഫിൽ നമ്മൾ %c യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ആംപ്രസാൻഡ് ch ആ ഒരു വേരിയബിൾ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ, ഈ റീഡ് ചെയ്ത ക്യാരക്ടർ വവൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ വവൽ എന്ന് പറയുന്നത് ഏതൊക്കെയാ വവൽ? A, E, I, O, U സ്മോൾ ലെറ്ററിൽ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും ഇത് വവൽസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് A ആണോ എന്ന് ചെക്ക് ചെയ്യണം, E ആണോ എന്ന് ചെക്ക് ചെയ്യണം, I ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഇങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. എങ്ങനെയാണ് എഴുതുക? ഇഫ് CHൽ വന്നിട്ടുള്ളത് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ A. എന്തുകൊണ്ടാണ് സിംഗിൾ കോട്ട്സിൽ എഴുതുന്നത്? A എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ്. ക്യാരക്ടർ ആയിട്ട് കമ്പൈലറിന് അത് മനസ്സിലാവണമെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ എപ്പോഴും സിംഗിൾ കോട്ട്സിൽ എഴുതണം. എന്താ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ലെറ്ററിനെയാണ് നമ്മൾ ഒരു ക്യാരക്ടർ എന്ന് പറയാം. ഇപ്പോ ഒരു ഡിജിറ്റിനെ നമ്മൾ സിംഗിൾ കോട്ട്സിൽ എഴുതി വിചാരിക്കുക. സിംഗിൾ കോട്ട്സിൽ നമ്മൾ 5 എന്ന് എഴുതിയാൽ അതിന്റെ ക്യാരക്ടർ ആയിട്ടാണ് കമ്പൈലർ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ സിംഗിൾ കോട്ട്സിൽ എന്ത് എഴുതിയാലും അത് ക്യാരക്ടർ ആണ്. സോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്യണം. ഓർ CH എന്ന് പറയുന്നത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതണം. CH ഈക്വൽ ടു E or CH ഈക്വൽ ടു I or CH ഈക്വൽ ടു okay, CH equal to A, E, I. Here we'll check O and here we'll check U. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററും ചെക്ക് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ ചെക്ക് ചെയ്യണമെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ഈ സെയിം ഇതുപോലെ തന്നെ എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സിനും കൂടി എഴുതും. ദാറ്റ് ഇസ് ലൈക്ക് ദിസ്. CH ഈക്വൽ ടു A, CH ഈക്വൽ ടു capital E, capital I, capital O, capital U. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിലേതെങ്കിലും ഒന്നും ആണ് നമ്മൾ റീഡ് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? റീഡ് ചെയ്ത ക്യാരക്ടർ ദാറ്റ് ഈസ് എ വവൽ എന്ന് പറയാം അല്ലേ? ഇതല്ലെങ്കിലോ? എൽസ്. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു കൺസോണന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യും എന്ത്? ഇറ്റ് ഈസ് എ കൺസോണന്റ്. ഓക്കെ, സോ റൺ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു T എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൺസോണന്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ, എഗെയിൻ റൺ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിപ്പോ ഇവിടെ കൊടുക്കുന്നത് I എന്നാണെങ്കിൽ അത് എന്ത് വരണം? വവൽ എന്ന് വരണം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു വിൽ യൂസ് ആൻ ഇഫ് എൽസ് അല്ലെങ്കിൽ എൽസ് ഇഫ് പോലുള്ള പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. Hope it's clear. So we saw the program in order to check whether a number is odd or even. അതുപോലെ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പൊ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കണ്ടീഷനേ ഉള്ളൂ. അത് ഇഫിലും എൽസിലും കൊണ്ട് നിർത്താം നമുക്ക്. അതുപോലെ ഒരു ക്യാരക്ടർ വവൽ ആണോ കൺസോണന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ റീഡ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ ആയിരിക്കണം. സോ അങ്ങനത്തെ ഒരു കാര്യത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം കുറച്ചുകൂടി. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ ആണ് റീഡ് ചെയ്യേണ്ടത്, ആ ക്യാരക്ടറിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത്രയാണ് നമുക്ക് ഇഫ് എൽസിൽ വരുന്ന പ്രോഗ്രാംസ്. ഓക്കെ,